ഹായ് കൂട്ടുകാരെ, നിങ്ങൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കാണുന്നുണ്ട് ദൈവത്തിനെ. എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ടോണി അച്ചായൻ കോട്ടയം. എത്ര കുടുംബങ്ങൾക്കാണ് അദ്ദേഹം കൈത്താങ്ങായിട്ട് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ അനേകായിരങ്ങൾക്ക് ദൈവമെന്ന് തന്നെ പറയാം. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇസ് റിയൽ ദൈവം. മോളൂസേ, ഇതാണോ വീട്? നമുക്ക് വീടിൻ്റെ അകമൊക്കെ കാണണ്ട. വാ മക്കൾ വാ. അയ്യോ കറണ്ടില്ല. ഈ വീടിൻ്റെ അകത്ത് നിങ്ങൾ ഈ ഒരു ചെറിയ ഷെഡിലാണ് താമസിക്കുന്നത്? ഈ 3 മക്കളെ ആയിട്ട് വാതില് പോലും ഇല്ല അല്ലേ? അടച്ചുറപ്പുള്ള വാതില് പോലും ഇല്ല അല്ലേ? നിങ്ങൾ ഓർത്തോണം, അതായത് ഈ 3 കുട്ടികളെ കൊണ്ട് 2 മാസം പ്രഗ്നൻ്റുമാണ് ചേച്ചി. 3 കുട്ടികളെ കൊണ്ട് കെട്ടുറപ്പില്ലാത്ത, അത് എപ്പം വേണേലും താഴെ വീഴുമെന്നുള്ള ഒരു വീട്ടിലാണ് ചേച്ചി താമസം. അപ്പൊ നിങ്ങൾക്ക് ബെഡൊന്നും ഇല്ല, പായ വിരിച്ച് കിടക്കും. സമ്മതിക്കണം കേട്ടോ, നമ്മൾ ഇതൊക്കെ കാണണം. നമുക്ക് ഒരു മുറി പോലെ 5 മുറി ഉണ്ടെങ്കിലും നമുക്ക് തികയല്ല എന്ന് പറയുന്ന ഈ നമ്മുടെയൊക്കെ കാലത്ത്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു ഉറപ്പായിട്ട് എനിക്ക് തന്നെ പേടി. ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ ഷീറ്റ് താഴെ പോയി. അങ്ങനെ ഒരു കൊച്ചു വീട്ടിൽ ഈ 3 കുട്ടികളെ കൊണ്ട്, ചേച്ചി 2 മാസം പ്രഗ്നന്റുമാണ്, 3 കുട്ടികളെ കൊണ്ട് ജീവിക്കുകയാണ്. ആദ്യത്തെ വിവാഹത്തിലുള്ള ഭർത്താവ് മരിച്ചുപോയി. രണ്ടാമത്തെ ആള് ചതിച്ചിട്ട് നാട്ടുകാരെല്ലാം കൂടെ ചേർന്നപ്പോൾ അയാൾ സംരക്ഷിച്ചോളാന്ന് പറഞ്ഞ്, പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സംരക്ഷിച്ചോളാന്ന് പറഞ്ഞ് കൂടെ നിന്നതാണ്. ശരി ശരി. ഇന്നിപ്പം ഇവനും 2 വയസ്സായി, അടുത്ത കുഞ്ഞുമായപ്പോഴത്തേന് അയാൾ കളഞ്ഞിട്ട് പോയി. ഭക്ഷണം പോലും കഴിക്കാനില്ല, ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം, ചേച്ചി എന്നോട് കാശ് ചോദിച്ചില്ല. ചേച്ചി പറഞ്ഞാൽ എനിക്കൊരു വരുമാന മാർഗം വേണമെന്നാണ്. വരുമാന മാർഗം അല്ലേ, എന്നോട് അത് മാത്രമേ ചോദിച്ചുള്ളൂ. എനിക്ക് 1 രൂപ പോലും വേണമെന്ന് ചേച്ചി ചോദിച്ചില്ല. അത് വളരെ സന്തോഷമുണ്ട് എനിക്ക്. അങ്ങനെ ആ ബുദ്ധിമുട്ടിന് ഇടയിലും ചേച്ചി 3 മക്കളെയും അത്രയും കാര്യമായിട്ട് വളർത്തി, അതുപോലെ നോക്കി അല്ലേ. അതിന് ചേച്ചിയെ ഞാൻ അഭിനന്ദിക്കുന്നു. മക്കൾക്കൊന്നും ഇനി ഒരു കുറവും വരരുത്, ആരും ഇല്ലയെന്ന് വിചാരിക്കരുത്. അതുകൊണ്ടാണ് കോട്ടയത്ത് നിന്ന് ഞാൻ ഇവിടെ വരെ ഓടി വന്നത്. എന്നാ ചേച്ചിക്ക് വേണ്ടത്? ഞാൻ എന്നാ വരുമാന മാർഗം ചെയ്തു തരേണ്ടത്? പിള്ളേരെ നോക്കി ജീവിക്കാനൊരു ജീവിതമാർഗം വേണം. ജീവിതമാർഗം വേണം. എന്താ ജീവിതമാർഗം ഉദ്ദേശിക്കുന്നേ? ഞാൻ ഇപ്പോൾ ചെറുതായിട്ട് തയ്ക്കുകയൊക്കെ ചെയ്യും. അത് ഈ മിഷൻ കേടാ. ഓക്കെ, അപ്പം ചേച്ചിക്ക് ഞാൻ ഒരു തയ്യൽ മെഷീൻ മേടിച്ചതാണ് അല്ലേ? ചേച്ചിക്ക് ഫോണില്ലെന്ന് കേട്ടു. ഫോണില്ല അല്ലേ? നിങ്ങൾക്കൊരു ജീവിതമാർഗം തന്നിട്ടേ അച്ചാൻ പോവുള്ളൂ. ഏതൊരു വീട്ടിൽ ചെന്നാലും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞ പോലെ ഞാൻ ചെയ്യാം. നമുക്ക് ആ കുടുംബത്തിന് വരുമാന മാർഗം കൊടുക്കുവാണ്. ആ കുട്ടികളെ ഓർത്ത്, കുട്ടികൾ കഷ്ടപ്പെടും, അതായത് ഒരു നേരത്തിന് ഫുഡ് പോലും കഴിക്കാനില്ലാതെ ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവർക്കൊരു വരുമാന മാർഗം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യൽ മെഷീനുമായിട്ട് പോവുകയാണ്. ഒരു മൊബൈൽ, അതായത് എനിക്ക് സങ്കടമുണ്ട്, നിങ്ങൾ പുറം ലോകമായിട്ട് അല്ലെങ്കിൽ ആരെയും വിളിക്കാനൊന്നും പറ്റാതെ. എനിക്ക് കേട്ടപ്പം തന്നെ വളരെ വിഷമമുണ്ട്. കാരണം നിങ്ങളും പുറം ലോകമായിട്ട് അറിയണം, മനസ്സിലാവും. അതുകൊണ്ട് അച്ഛൻ ഈ മൊബൈലും മേടിച്ചിട്ടുണ്ട്. പിടിച്ച മക്കളെ. കൂടാതെ ഞാൻ ഒരു ഫണ്ടും കൂടെ തരുന്നുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് അച്ഛൻ പോകുന്നത്. കാരണം ഒരു കുടുംബത്തിൽ വരുമ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേ പോവുള്ളൂ. ഓക്കെ, ഇതും പിടിച്ചേ. സന്തോഷമായില്ലേ? ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത കുറേ കുടുംബങ്ങളുണ്ട്, അവർക്ക് മൊബൈൽ പോലും ഇല്ല. അപ്പോൾ ഇവരെ പോലെയുള്ള കുടുംബങ്ങളെ തേടി കണ്ടുപിടിക്കാൻ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് പ്രയാസം വരും. ഇപ്പോഴും എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, കേരളത്തിലെ ജനങ്ങൾ എവിടെയായാലും അവരുടെ അടുത്തുള്ള ആൾക്കാരെ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരെ എൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ആയിട്ടോ ഫോൺ വിളിയായിട്ടോ എന്നെ അറിയിക്കാറുണ്ട്. ഈ ചേച്ചിയാണ് ഈ കുടുംബത്തെക്കുറിച്ച് എന്നെ അറിയിച്ചത് അല്ലേ ചേച്ചി? ചേച്ചി ഇങ്ങോട്ട് വാ. ഇവരുടെ ഞാനൊരു അമ്മയല്ലേ, അപ്പോൾ ഈ സങ്കടം ഞാൻ കണ്ടിട്ട് പെട്ടെന്ന് ഞാൻ യൂട്യൂബ് കാണുന്ന അച്ഛൻ, കോട്ടയം അച്ഛൻ വിളിച്ചാൽ ഓടിയെത്തും, എവിടെയും ഓടിയെത്തും. അപ്പൊ പെട്ടെന്ന് തന്നെ മനസ്സിൽ തോന്നി ഇതുങ്ങൾക്കൊരു സഹായം ചെയ്യാൻ ദൈവത്തിനെ വിളിക്കാം, ദൈവദൂതൻ തന്നെ. അപ്പൊ പെട്ടെന്ന് തോന്നി, ഞാൻ വിളിച്ചാലേ ഞാൻ മെസ്സേജ് ഇട്ടതാണ്. ചേച്ചി കടുങ്കൈ ചെയ്യാതെ ഒപ്പം പിടിച്ചു നിന്നതുകൊണ്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റി, ചേച്ചിയെ സഹായിക്കാൻ പറ്റി. ചേച്ചിക്ക് ഒരു വരും. ചേച്ചി ആരും ഇല്ലാന്ന് ഈ ലോകത്ത് കരുതരുത്, എല്ലാവരും ഉണ്ട്. ഞാൻ കോട്ടയത്ത് നിന്ന് ഓടി വന്നെങ്കിൽ ഇത് കാണുന്ന കുറേ ജനങ്ങളുണ്ട്, സ്നേഹിക്കുന്നവർ. അവരുടെ പ്രാർത്ഥന പോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. ഏത് സ്ഥലങ്ങളിൽ ചെന്നാലും ഓടി വരുന്ന കുറേ ജനങ്ങളുണ്ട്, അവരുടെ സ്നേഹം പോലെ എനിക്ക്. ഓക്കെ, ഇവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു. നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ മുന്നിൽ കാണുവാനോ ഉറപ്പായിട്ടും എന്നെ അറിയിക്കണം. നമുക്ക് പലരെ സഹായിക്കാനുണ്ട്, മുന്നോട്ട് പോകാനുണ്ട്. ഓക്കെ, ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ ബൈ ബൈ. അച്ചായൻ സ്കൂളിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർക്കിച്ചത്.